ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ശരിക്കും അവിശ്വസനീയമായൊരു കഥയെക്കുറിച്ചാണ്. അതായത്, സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള മനുഷ്യർ ഒത്തുചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്രാജ്യത്തെ എങ്ങനെയാണ് വെല്ലുവിളിച്ചത്. നമുക്ക് നോക്കാം. കേൾക്കുമ്പോ തന്നെ അസാധ്യമെന്ന് തോന്നുന്നൊരു ചോദ്യമല്ലേ? പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥയെടുത്തു നോക്കിയാൽ ഈ ചോദ്യത്തിന് ഭയങ്കര പ്രസക്തിയുണ്ട്. കാരണം മോഹൻദാസ് ഗാന്ധി എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിപ്പിച്ചു നിർത്തിയത്? നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് 1915-ലാണ്. മോഹൻദാസ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുവാണ്. വെറുതെ വരികയല്ല, അവിടുത്തെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയതിന്റെ വലിയൊരു അനുഭവസമ്പത്തും കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ അതിലും വലുത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പുതിയ ആയുധമാണ്. അത് തോക്കോ വാളോ ഒന്നുമല്ലായിരുന്നു കേട്ടോ. ആ ആയുധത്തിന്റെ പേരാണ് സത്യാഗ്രഹം. സിമ്പിളായി പറഞ്ഞാൽ സത്യത്തെ മുറുകെ പിടിക്കുക. പക്ഷേ ഇതൊരു സാധാരണ സമരമുറയല്ലായിരുന്നു. അതിനപ്പുറം ഒരു ജീവിത തത്വശാസ്ത്രം തന്നെയായിരുന്നു. അതായത്, നമ്മളെ എതിർക്കുന്നയാളെ വെറുക്കുകയല്ല വേണ്ടത്, പകരം അഹിംസയിലൂടെ നമ്മുടെ ധാർമ്മികമായ ശക്തി കൊണ്ട് അവരെ നേരിടുക. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് പോലും കയ്യിലൊരു ആയുധവുമില്ലാതെ ഒരു വലിയ സാമ്രാജ്യത്തോട് പോരാടാൻ ധൈര്യം കൊടുത്ത ഒരു പുതിയ എനർജിയായിരുന്നു സത്യാഗ്രഹം. അപ്പോ ഗാന്ധിജി ഇന്ത്യയിലെത്തി ഉടനെ ഒരു ദേശീയ പ്രസ്ഥാനം തുടങ്ങുകയല്ല ചെയ്തത്. പകരം താൻ കൊണ്ടുവന്ന ഈ പുതിയ ഐഡിയ, ഈ സത്യാഗ്രഹം വർക്കാകുമോ എന്ന് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം തെരഞ്ഞെടുത്തത് 3 ചെറിയ പ്രാദേശിക പോരാട്ടങ്ങളാണ്. ബീഹാറിലെ ചമ്പാരൻ, പിന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദ്, ഖേദ. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്സ്. ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടിയും അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ ശമ്പളത്തിനു വേണ്ടിയും ഖേദയിലെ കർഷകരുടെ നികുതി ഇളവിനു വേണ്ടിയും ഈ 3 പ്രശ്നങ്ങളിലും ഗാന്ധിജി തന്റെ സത്യാഗ്രഹം പ്രയോഗിച്ചു നോക്കി. എന്താ സംഭവിച്ചതെന്നോ? 3ഉം വിജയിച്ചു. ആ വിജയങ്ങള് സാധാരണ ജനങ്ങൾക്ക് കൊടുത്തത് ചെറിയൊരു പ്രതീക്ഷയല്ല. ഹേയ്, നമുക്കും വിജയിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ്. അതോടെ ഗാന്ധി സാധാരണക്കാരുടെ നേതാവായി മാറുകയായിരുന്നു. ഇനി നമ്മൾ വരുന്നത് 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഒരു സമയത്തേക്കാണ്. ഇന്ത്യയിലാണെങ്കിൽ ആകെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിക്കുന്ന ഭീമമായ നികുതികൾ, ഒപ്പം ഭക്ഷ്യക്ഷാമം. ആളുകൾക്ക് ശരിക്കും ദേഷ്യം വന്നിരിക്കുന്ന ഒരു സമയം. ഈ ഒരു പുകയുന്ന സാഹചര്യത്തിലേക്കാണ് ബ്രിട്ടൻ ഒരു പുതിയ കരിനിയമം കൂടി കൊണ്ടുവരുന്നത്. അതാണ് റൗലറ്റ് നിയമം. ചിന്തിച്ചു നോക്കൂ, ആരെയും ഒരു വാറന്റുമില്ലാതെ അറസ്റ്റ് ചെയ്യാം, ഒരു വിചാരണയുമില്ലാതെ എത്ര കാലം വേണമെങ്കിലും ജയിലിലിടാം. അങ്ങനെയൊരു നിയമം. സ്വാഭാവികമായും ഇത് രാജ്യത്താകെ വലിയ പ്രതിഷേധത്തിന് കാരണമായി. അങ്ങനെയാണ് നമ്മൾ ആ ദിവസത്തിലേക്ക് എത്തുന്നത്. 1919 ഏപ്രിൽ 13. ഇന്ത്യൻ ചരിത്രത്തിലെ മറക്കാനാവാത്തൊരു ദിവസം. ഈ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനും അറസ്റ്റ് ചെയ്യപ്പെട്ട തങ്ങളുടെ നേതാക്കൾക്ക് പിന്തുണ കൊടുക്കാനും ആയിരക്കണക്കിന് ആളുകൾ സമാധാനപരമായി അമൃത്സറിലെ ഒരു മൈതാനത്തൊത്തുകൂടി. പക്ഷേ അന്ന് ജാലിയൻവാലാബാഗിൽ സംഭവിച്ചത് ഒരു രാജ്യത്തെ ഒന്നടങ്കം മരവിപ്പിച്ചൊരു ക്രൂരതയായിരുന്നു. ജനറൽ ഡയർ എന്ന ബ്രിട്ടീഷ് ഓഫീസറുടെ ഉത്തരവ് പ്രകാരം പട്ടാളക്കാർ ആ നിരായുധരായ ജനക്കൂട്ടത്തിനു നേരെ കണ്ണൽ ചോരയില്ലാതെ വെടിയുതിർത്തു. 100 കണക്കിന് ആളുകളാണ് അവിടെ മരിച്ചു വീണ്ടത്. ആ കൂട്ടക്കയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു. അതൊരു നിർണായകമായ വഴിത്തിരിവായിരുന്നു. ഈ ജാലിയൻവാലാബാഗ് സംഭവം ഗാന്ധിജിയെ വല്ലാതെ ഉലച്ചു. ഇതോടെയാണ് അദ്ദേഹം തന്റെ ആദ്യത്തെ 2 വലിയ ബഹുജന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ലക്ഷ്യം ഒന്നുമാത്രം: ബ്രിട്ടീഷ് ഭരണത്തെ പൂർണ്ണമായും നിശ്ചലമാക്കുക. അപ്പോ 1920-ൽ തുടങ്ങി നിസ്സഹകരണ പ്രസ്ഥാനം. ഇതൊരു ഭയങ്കര സ്ട്രാറ്റജിക് മൂവായിരുന്നു. ഇതിന് 2 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് ബഹിഷ്കരണം. അതായത്, ബ്രിട്ടീഷുകാർ തന്ന സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക, അവരുടെ കോടതികളും സ്കൂളുകളും ഉപേക്ഷിക്കുക, എന്തിന്, വിദേശ വസ്ത്രങ്ങൾ പോലും ബഹിഷ്കരിക്കുക. സിമ്പിളായി പറഞ്ഞ, ബ്രിട്ടീഷ് സിസ്റ്റത്തെ പാരലൈസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഭാഗം നിർമ്മാണമാണ്. നമ്മൾ സ്വന്തമായി ഖാദി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ സ്വന്തം ദേശീയ വിദ്യാലയങ്ങൾ തുടങ്ങുന്നു, ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുന്നു. ശരിക്കും പറഞ്ഞ, ബ്രിട്ടീഷുകാരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ടു പോകുമ്പോഴാണ് 1922-ലെ ചൗരി ചൗര എന്ന സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടാകുന്നത്. ഒരു പ്രതിഷേധം അക്രമാസക്തമായി. ഒരു ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീയിട്ടു. 22 പോലീസുകാർ അതിൽ കൊല്ലപ്പെട്ടു. ഈ ഒരു സംഭവം ഗാന്ധിജിയെ ശരിക്കും തളർത്തിക്കളഞ്ഞു.
തന്റെ സമരം അക്രമത്തിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. രാജ്യം മുഴുവൻ സമരത്തിന്റെ ആവേശത്തിൽ നിൽക്കുകയാണ്. എന്നിട്ടും തന്റെ അടിസ്ഥാന തത്വമായ അഹിംസയിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാവാതെ ഗാന്ധിജി ആ വലിയ പ്രസ്ഥാനം ഒറ്റയടിക്ക് നിർത്തിവെച്ചു. പലർക്കും അത് വലിയൊരു ഷോക്കായിരുന്നു. ഇനി അടുത്തൊരു വലിയ മുന്നേറ്റത്തിലുള്ള സ്റ്റേജ് ഒരുങ്ങുകയായിരുന്നു. 1928 ഇന്ത്യക്കാരെ ആരെയും ഉൾപ്പെടുത്താത്ത സൈമൺ കമ്മീഷൻ വന്നപ്പോൾ രാജ്യമെങ്ങും സൈമൺ ഗോബാക്ക് വിളികൾ ഉയർന്നു. പിന്നെ 1929 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ഒരു ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി. നമുക്ക് വേണ്ടത് പൂർണ്ണ സ്വരാജാണ്, അതായത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അന്ന് തന്നെ 1930 ജനുവരി 26 നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാനും തീരുമാനിച്ചു. അപ്പോ അടുത്ത നിയമലംഘനത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആയുധമെന്താണെന്നറിയോ? ഒരു പിടി ഉപ്പ്. ശരിക്കും ഇത് കേട്ടപ്പോൾ പലരും ഞെട്ടി. എന്താണിത്? ഉപ്പ് വെച്ച് എന്ത് ചെയ്യാനാണ്? പക്ഷേ ആ തെരഞ്ഞെടുപ്പ് അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിരുന്നു. കാരണം പാവപ്പെട്ടവനായാലും പണക്കാരനായാലും എല്ലാവർക്കും ഉപ്പ് വേണം. അതിന്മേലുള്ള ബ്രിട്ടീഷ് നികുതിയെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്തത്. സബർമതി ആശ്രമത്തിൽ നിന്ന് വെറും 78 പേരുമായി തുടങ്ങിയ യാത്രയില്ലേ, 240 മൈൽ നടന്ന് ദണ്ഡിക്കടപ്പുറത്തെത്തുമ്പോഴേക്കും അതൊരു മനുഷ്യക്കടലായി മാറിയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ഒരു പിടി ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷ് നിയമം ലംഘിച്ചപ്പോൾ ആ ഒരൊറ്റ ലളിതമായ പ്രവൃത്തി ഇന്ത്യ മുഴുവൻ നിയമലംഘനത്തിന്റെ ഒരു തീ പടർത്തി. ഇനി 2ാം ലോകമഹായുദ്ധം തുടങ്ങി. ഇതോടെ നമ്മുടെ സ്വാതന്ത്ര്യസമരം അതിന്റെ ക്ലൈമാക്സിലേക്ക്, അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് ഏറ്റവും തീവ്രമായ, നിർണായകമായ ഒരു പോരാട്ടത്തിന്റെ സമയമായിരുന്നു. അങ്ങനെ 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ വെച്ച് ഗാന്ധിജി തന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ആഹ്വാനം നൽകി. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ബ്രിട്ടീഷുകാരോട് നേരെ പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. ഈ ആഹ്വാനം വന്ന മണിക്കൂറുകൾക്കകം തന്നെ ഗാന്ധിജി അടക്കമുള്ള എല്ലാ വലിയ നേതാക്കളെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഇതോടെ സമരം തീർന്നു എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഇത്തവണ ജനങ്ങൾ ആർക്കുവേണ്ടിയും കാത്തുനിന്നില്ല. അവർ സമരമങ്ങേറ്റെടുത്തു. അതൊരു നേതാക്കളില്ലാത്ത ജനകീയ വിപ്ലവമായി മാറി. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പ്രതിഷേധം ആളിക്കത്തി. ചിലയിടത്തൊക്കെ ബ്രിട്ടീഷ് ഭരണം തന്നെ ഇല്ലാതായി. ജയപ്രകാശ് നാരായണനെപ്പോലുള്ള നേതാക്കൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ഊർജം കൊടുത്തു. ഒരു രഹസ്യ കോൺഗ്രസ് റേഡിയോ വരെ ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശങ്ങൾ രാജ്യമെങ്ങുമെത്തിക്കാൻ. സ്വാതന്ത്ര്യമെന്നത് കുറച്ച് നേതാക്കന്മാരുടെ മാത്രം കാര്യമല്ല, ഓരോ ഇന്ത്യക്കാരന്റെയും ആഗ്രഹമാണെന്ന് ബ്രിട്ടീഷുകാരെ ശരിക്കും ഓർമ്മിപ്പിച്ചൊരു മുന്നേറ്റമായിരുന്നു അത്. അപ്പോ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കകത്ത് ഇങ്ങനെ വലിയ സമരങ്ങൾ നടക്കുമ്പോൾ വേറെയും ചില കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള സൈനിക നീക്കങ്ങൾ. അതെ, നമ്മൾ പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA യെക്കുറിച്ചാണ്. അവരുടെ വഴി അഹിംസയുടേതായിരുന്നില്ല, സായുധ പോരാട്ടത്തിന്റേതായിരുന്നു. ഡൽഹി ചലോ എന്നതായിരുന്നു അവരുടെ ആഹ്വാനം. എടുത്തു പറയേണ്ട ഒരു കാര്യം, ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാളിന്റെ നേതൃത്വത്തിൽ റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ ഒരു വനിതാ സൈന്യം പോലും INAയ്ക്കുണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞ് ഈ INA ഭടന്മാരെ ബ്രിട്ടീഷുകാർ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വലിയൊരു ജനരോഷത്തിന് കാരണമായി. അപ്പോഴേക്കും 2ാം ലോകമഹായുദ്ധം ബ്രിട്ടനെ സാമ്പത്തികമായി ശരിക്കും തളർത്തിയിരുന്നു. പോരാത്തതിന് ക്വിറ്റ് ഇന്ത്യ സമരവും INAയുടെ പോരാട്ടങ്ങളുമൊക്കെ കൂടിയായപ്പോൾ അവർക്ക് പിന്മാറേണ്ടി വന്നു. അങ്ങനെ 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. ഒടുവിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിഭജനത്തിനും അതോടൊപ്പം സ്വാതന്ത്ര്യത്തിനും തീരുമാനമായി. അങ്ങനെ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. അപ്പോ അഹിംസ, ജനാധിപത്യം, സാമൂഹിക നീതി, ഇങ്ങനെ ഒരുപാട് വലിയ മൂല്യങ്ങളുടെ പുറത്താണ് നമ്മുടെ സ്വാതന്ത്ര്യസമരം കെട്ടിപ്പടുത്തത്. ഇന്നിപ്പോൾ പതിറ്റാണ്ടുകൾക്കിപ്പുറം നമ്മൾ നിൽക്കുമ്പോൾ ആ സമരത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾക്ക്, ആ മൂല്യങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ എന്തു പ്രസക്തിയാണുള്ളത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ? നമുക്കെല്ലാവർക്കും സ്വയം ചോദിക്കാവുന്നൊരു ചോദ്യം.